ഞാൻ എന്നും ജുനൈദിനെ പൊക്കി പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ ഇട്ടിന്. എന്നെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ജുനൈദ് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എന്നെ അറിയുകയും ചെയ്യില്ല. പ്രിയപ്പെട്ടവർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വളരെ ചെറിയ ഒരു വീഡിയോ. ജുനൈദ് തമ്പിലൻ ലൈവ് ഇട്ടതിന് ശേഷം ഞാൻ മാപ്പ് പറഞ്ഞു. ഞാൻ കണ്ടു അതൊരു വീഡിയോ ആയിട്ട്. ഞാൻ പറഞ്ഞത് സത്യമാണ്. ആ ലൈവ് കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ ജുനൈദിനോട് മാപ്പ് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സത്യസന്ധമായ ഒരു കാര്യത്തിന് വേണ്ടി മാപ്പ് ചോദിക്കുന്നത്. ഇതെനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. എന്താണ് ഞാൻ മാപ്പ് ചോദിച്ചത് എന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. പറഞ്ഞതല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ഒരാൾ പറയുന്നതല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ഞാൻ ആ മാപ്പ് ചോദിക്കുന്നത് ഒന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. ഈ ഒരു മാപ്പപേക്ഷ നിന്നോടുള്ള റെസ്പെക്ട് കൊണ്ട് മാത്രം. ഞാനിപ്പോ പറഞ്ഞ ആളോട്, ഞാൻ ഇപ്പൊ ആരോടെങ്കിലും പറഞ്ഞതിനെ തന്നെ ഞാൻ നിന്നൊരിക്കലും കുറ്റമായിട്ട് പറഞ്ഞിട്ടില്ല. ആരോടും, നിന്നോടും പറഞ്ഞിട്ടില്ല. നിന്നോടുള്ള സംശയം നിന്നോട് തന്നെ ചോദിച്ച. നിന്നോടുള്ള റെസ്പെക്ട് കൊണ്ടാണ് ഞാൻ മാപ്പപേക്ഷിക്കുന്നത്. എന്തെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടാനോ ഇതാക്കാനോ ആരുടെ അനുവാദം ഒന്നും വേണ്ട. പക്ഷെ നിന്നോടുള്ള റെസ്പെക്ട് കൊണ്ടാണ് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടാൻ വേണ്ടി ആരുടെ അനുവാദം വേണം? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതുമായിട്ട് നേരിടും. അങ്ങനെ കുറെ അങ്ങനെ പ്രശ്നങ്ങളില്ല. അടച്ചോനെ ഓർത്ത് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഞാൻ ഉപ്പാനെ സത്യമായിട്ട് ഞാൻ പറഞ്ഞു. കേട്ടില്ലേ നിങ്ങൾ? ഇത്രക്ക് മര്യാദയോട് കൂടി ഞാനൊരു മാപ്പപേക്ഷ നടത്തിയതാണ്. അതും ഞാൻ പറയാം, നിന്നോടുള്ള ആ റെസ്പെക്റ്റ് കൊണ്ടാണ് ഞാൻ നിന്നോട് മാപ്പ് അപേക്ഷിക്കുന്നു എന്ന്. എന്നിട്ട് പോലും ആ ഒരു സംഭവം അയച്ച് വേറൊരാള് വീഡിയോ ചെയ്ത് നോക്കണേ. ഞാൻ മാപ്പ് പറഞ്ഞത് അത് മറ്റൊരു സുഹൃത്തിന് അയച്ചതോ പറഞ്ഞതോ എന്താണെന്നറിയില്ല. പിറ്റേന്ന് രാവിലെ തന്നെ അതിനെക്കുറിച്ചൊരു വീഡിയോ. അതൊരു മാന്യമായ ഏർപ്പാടാണ്. എത്ര മാന്യമായിട്ടാണ് ഞാൻ നിങ്ങളെ, എത്ര റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ആ മാപ്പപേക്ഷ ഞാൻ നിങ്ങളോട് നടത്തിയത്. അത് നിങ്ങളുടെ ആ വാട്സപ്പിൽ തന്നെ ഉണ്ടാവും ഇല്ലേ? അല്ലെങ്കിൽ എൻ്റെ ഇതിലുണ്ട്. എന്തിനായിരുന്നു? ആർക്ക് വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു എന്നെ ഇതിലേക്ക് ക്ഷണിച്ചത്? എൻ്റെ റൂട്ട് വേറെയാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ. കൂടുതലായിട്ട് പറയുമ്പോൾ വീഡിയോ ലെങ്ത് കൂടും. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ദിയാ ഫാത്തിമയുടെ ഉപ്പയെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പയൊക്കെ സുഖമുണ്ടോ? അതൊക്കെയാണ് ഞാൻ അന്വേഷിച്ചത്. ഇത് കേസാന്വേഷണം റിയലാണോ? അതെ, ഓക്കെയാണ്. ജുനൈദാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. ജുനൈദ് പോലീസ് ഒന്നല്ല. ജുനൈദിനൊന്നും കേസ് അന്വേഷിക്കാനൊന്നും പറ്റില്ല. റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ആർക്കും പറ്റും. അതിന് മുന്നിൽ ഒരാൾ ഉണ്ടാവണം. അതേ ജുനൈദ് ചെയ്തിട്ടുള്ളൂ. അതിനുവേണ്ടി ജുനൈദ് പ്രവർത്തിക്കുന്നുമുണ്ട്. ഈ ദിയാ ഫാത്തിമയുടെ ഉപ്പ പറഞ്ഞ വാക്ക് വല്ലാത്തൊരു വേദനയായിപ്പോയി. എന്താ പറഞ്ഞെന്നറിയോ? ഇയാൾ എന്തിനാ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്? ആരെങ്കിലും എൻ്റെ മോളെ കേസ് അന്വേഷിക്കുന്നത്? ഇയാൾ എന്തിനാ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്? ഞാൻ എന്താ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത്? ആ കേസിനെ എതിര് നിൽക്കുകയെന്ന്, അല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ കൂടിയ കേസ് അന്വേഷിക്കാം? ഈ വീഡിയോ ഇടല കേസ് അന്വേഷിക്കല്? ദിയാ ഫാത്തിമയുടെ കേസിൽ നമ്മൾ ഈ വീഡിയോ ഇടുന്നത് ദിയാ ഫാത്തിമയുടെ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദിയാ ഫാത്തിമയുടെ കേസ് ഓപ്പൺ ചെയ്തത്, റീ ഓപ്പൺ ചെയ്തത്, അതിനുവേണ്ടി പ്രവർത്തിച്ചതും ജുനൈദ് തമ്പിലാണ്. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ജുനൈദിന് വേണ്ടി എല്ലാ വീഡിയോയിലും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടേ സംസാരിച്ചിട്ടുള്ളൂ. ഒരുപാട് വീഡിയോ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഞാനും ജുനൈദും തെറ്റിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനും ജുനൈദും സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ വൈഫ് ഉണ്ടാവും അടുത്ത്. വൈഫ് വരെ നിർത്താനായിട്ടില്ല. 1 മണിയെല്ലാവും ചിലപ്പോ സംസാരിച്ചിട്ട്. നമ്മൾ പലതും സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരം ഒരു പെൺകുട്ടി വരുന്നുണ്ടായിരുന്നു. നിങ്ങളും ജുനൈദും, അതൊരു വെല്ലുവിളിയാ. നിങ്ങളും ജുനൈദും തമ്മിലുള്ള സംസാരം, നിങ്ങളുടെ ധൈര്യമുണ്ടെങ്കിൽ അത് പബ്ലിക്കാക്കുക. ജുനൈദ, ഞാനൊരു കാര്യം പറട്ടെ. പലരും യൂട്യൂബർമാരാണ്, ഈ കണ്ടന്റ് ക്രിയേറ്ററാണ്. നീ അതിനുവേണ്ടി വന്നതല്ല. ജുനൈദ് അതിനു വേണ്ടി വന്നവനല്ല. ജുനൈദിന്റെ സ്വപ്നം ദിയാ ഫാത്തിമയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എനിക്കും എൻ്റെതായ റൂട്ടുണ്ട്.
അപ്പോൾ നമ്മൾ രണ്ടുപേരും ഈ റൂട്ടിലുള്ള ആളല്ല. യൂട്യൂബിലൂടെയല്ല ദിയാ ഫാത്തിമയെ കണ്ടുപിടിക്കുന്നതും അതിനെ എതിർക്കുന്നതും അതിനെ തടയിടുന്നതും ഒന്നും പറ്റില്ല. ആ പെൺകുട്ടി വെല്ലുവിളിച്ച് തന്നെ നിങ്ങൾ കേട്ടില്ലേ. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾ നമ്മൾ തമ്മിൽ സംസാരിച്ച ആ റെക്കോർഡിങ്, വോയിസ് റെക്കോർഡിങ്, അതിൽ തന്നെ മനസ്സിലായിക്കൂടെ ഞാൻ മാപ്പ് ചോദിച്ച വിഷയം അതും ഒരു കണ്ടന്റായി വന്നു. ജുനൈദിന്റെ കാര്യം ദിയാ ഫാത്തിമയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് എന്നും ഞാൻ പറയുന്നതാണ്, അത് എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. അത് എന്നും ഞാൻ പറയുന്നതുമാണ്, എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നതുമാണ്. അപ്പോൾ ദിയാ ഫാത്തിമയുടെ ഉപ്പ അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ എനിക്കൊരു വിഷമായി. ഞാൻ ഇതിന് തടസ്സം നിൽക്കുന്നുണ്ടോ എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പൊ ഞാനൊരു ഉദ്യോഗസ്ഥനെ കാണിച്ച് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഇട്ട വീഡിയോ ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഞാൻ ദിയാ ഫാത്തിമ എന്ന അവർക്ക് എനിക്കും അറിയില്ല ദിയാ ഫാത്തിമേനെ എങ്ങനെ റീഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെ സംഭവമുണ്ട്, ഞാൻ ദിയാ ഫാത്തിമയ്ക്ക് എതിരായിട്ട് ഇതിലേതെങ്കിലും കുറച്ച് വീഡിയോ ഇട്ടുള്ളൂ, എതിരായിട്ട് വീഡിയോ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ വാട്സപ്പിൽ അയച്ചു കൊടുത്തു. അപ്പോൾ അയാൾക്ക് ഫസ്റ്റ് ചിരിയാ വന്നത്, പിന്നെ എന്നോട് ദേഷ്യ വന്നത്. എന്നോട് പറഞ്ഞു, നിങ്ങൾ വെല്ലുവിളിക്കുക ചെയ്യുന്നു, നിങ്ങൾ നിയമത്തോട് വെല്ലുവിളിക്കുക ചെയ്യുന്നു, എന്തുകൊണ്ട് ദിയാ ഫാത്തിമയെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല? അങ്ങനെ വേണ്ട, ഒരുപാട് നിയമത്തെ നിങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ടാണ് ദിയാ ഫാത്തിമയ്ക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ചത്. അതിലെന്താ പ്രശ്നം? നിങ്ങൾ നിയമത്തെ വെല്ലുവിളിച്ചിട്ടാണ് അതിൽ സംസാരിച്ചത്. അതല്ലാതെ നിങ്ങൾ ദിയാ ഫാത്തിമയെ എതിരായിട്ട് അതിലൊരു വീഡിയോ ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല എന്ന്. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി തരുന്നത്, ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല എൻ്റെ റൂട്ട് വേറെയാണ്. അപ്പോൾ നമ്മളെ സംശയിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഞാനൊരു ദീനീ പ്രവർത്തകനാണ്. അപ്പോ അതിൻ്റെതായ വിഷമങ്ങൾ പലതും ഉണ്ടാവും. ഇത് പൈസക്ക് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലല്ല. ഇതിപ്പോ ഞാൻ പറഞ്ഞത് ദിയാ ഫാത്തിമയുടെ ഉപ്പ അങ്ങനെ പറഞ്ഞപ്പോ ഒരുപാട് വിഷമമായി. ഞാൻ ദിയാ ഫാത്തിമന്റെ കേസിന് എതിരെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അത് പിന്നെ എനിക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പൊ എനിക്കറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ച് ആ വീഡിയോ ഞാൻ അയച്ചു കൊടുത്ത് അവർ ഫുൾ കണ്ട്. അവർ പറഞ്ഞു, നിങ്ങൾ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തത്, ആ കുട്ടിയെ നിങ്ങൾ കണ്ടുപിടിച്ചു കൊടുക്കണം. അങ്ങനെ കർശനമായിട്ട് ഒരുപാട് വാക്കുകൾ നിങ്ങൾ ഷൗട്ട് ചെയ്തുകൊണ്ട്, നിങ്ങൾ നിയമത്തെ ഷൗട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഞാൻ പറയുന്നുണ്ട്, CCTV ദൃശ്യത്തിൽ അത് ഞാൻ കാണിച്ചു തരാം. ആ പറയുന്നത് ഞാൻ നോക്കട്ടെ. ഇത്രയൊക്കെ കറക്റ്റായിട്ട് നമുക്ക് സംശയിക്കാൻ പറ്റുന്ന വിധം ഉണ്ടായിട്ടും ഇവരെന്താ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല? ദിയാ ഫാത്തിമയെ കൺമുന്നിൽ കാണിച്ചു കൊടുത്തിട്ടും ആ CCTV വീഡിയോ കണ്ടവരൊക്കെ ഇത് ദിയാ ഫാത്തിമ തന്നെയാണെന്ന് മാതാവടക്കം പറഞ്ഞിട്ടും ഏമാമാർക്കൊക്കെ ഇത് തന്നെയാണെന്ന് ഉറപ്പുണ്ടായിട്ടും എന്തേ ആ ക്രിമിനലിനെ തന്നെ വിട്ടുകൊടുത്തു? ഒരുപാട് ചോദ്യങ്ങളുണ്ട് സാറേ ചോദിക്കാൻ. അതും വീഡിയോയിലല്ല, നേരിട്ട് റിയലായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും. കേട്ടില്ലേ? ഇതുപോലുള്ള ഒരുപാട് വാക്കുകളാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഉള്ളത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ദിയാ ഫാത്തിമക്ക് എതിരായിട്ട് വരുന്നത്? ഇത് കാണിച്ച ഉദ്യോഗസ്ഥനും എന്നോട് ചോദിച്ച് ചൂടാവുകയാണ് ചെയ്തത്. നിങ്ങൾ നിയമത്തെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റുണ്ടോ എന്ന് ചോദിച്ചു. അവർക്ക് വേണമെങ്കിൽ എനിക്ക് കേസ് ഫയൽ ചെയ്യാം. നിങ്ങൾ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് വീഡിയോ ഇടുമ്പോഴൊക്കെ പറയുന്നുണ്ട്, അനീതിക്കെതിരെ പോരാടാൻ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ ഒറ്റക്ക് ഒരു ചെറിയൊരു പെൻ ക്യാമറ എൻ്റെ ഷർട്ടിൽ പിടിപ്പിച്ചുകൊണ്ട് ഞാൻ അവിടുത്തെ അനാസ്ഥ മുഴുവൻ ഷൂട്ട് ചെയ്തിരുന്നു ഒറ്റക്ക്. അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബ് റദ്ദാക്കിയിട്ടുകൊണ്ട് വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഞാൻ അനീതിക്ക് പോരാടിയ ഒരാളാണ്. പക്ഷെ ഇപ്പോ കുറച്ച് മാറി നിന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് പേരുദോഷം ഉണ്ടാകുമെന്ന് തോന്നിയപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം. ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നില്ലേ ഞാൻ എന്താണ് ജുനൈദിനോട് ആ മാപ്പപേക്ഷ എന്ന്. ജുനൈദിനോടുള്ള ആ റെസ്പെക്ട് കൊണ്ടാണ് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു എന്ന്. അപ്പോൾ തുടർന്ന് നമുക്ക് കേൾക്കാം വാട്സപ്പിൽ പിന്നെ നമ്മൾ എന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. എന്നെ പരിചയപ്പെട്ട എല്ലാവർക്കും അറിയാം ഞാൻ എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ട്, എന്തിനെ പറ്റിയായിരിക്കും സംസാരിച്ചത്.
ചിലപ്പോൾ ഒരുപാട് ഉപദേശങ്ങളായിരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ടാവുക. ചിലർക്ക് ഞാൻ ഈ യൂട്യൂബിന്റെ ടിപ്സുകളായിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. മണിക്കൂറുകളോളം, 1 മണിക്കൂറുകളോളം. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ടപ്പോ ദേഷ്യവും വന്നില്ല, സങ്കടവും വന്നില്ല, ചിരിയാ വന്നേ. ശരിക്കും ചിരി വരും. അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ചെയ്തത്. പിന്നൊരു കാര്യം ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളെപ്പോഴും ജുനൈദിനെ കുറിച്ച് പറയും, ജുനൈദ് ഒരിക്കലും നിങ്ങളെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. അതാണ് ഞാനും ജുനൈദും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ എന്നും ജുനൈദിനെ പൊക്കി പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ ഇട്ടിന്. എന്നെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ജുനൈദ് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എന്നെ അറിയുകയും ചെയ്യില്ല. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ജുനൈദ് ദിയ ഫാത്തിമയ്ക്ക് വേണ്ടി കേസ് റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നടപടികൾ വരും. അതിന്റെ നടപടികളും കാര്യങ്ങളും ഒക്കെ ഇനി നമ്മൾ കാണാനിരിക്കുകയാണ്. അത് നമ്മൾ ഈ ലോക്കൽ ചാനലുകളിലല്ല, വലിയ ചാനലുകളിൽ വരാൻ കിടക്കുകയാണ്. അല്ലാണ്ട് പറയാൻ അനുവാദമുള്ള, ലൈസൻസ് ഉള്ള, ബേഡ്ജ് ഉള്ള വലിയ ചാനലുകളിൽ, മാധ്യമങ്ങളിൽ നമുക്കത് കാണാം. പിന്നെ എന്താ പ്രശ്നം? ജുനൈദ് അത് കേസ് അന്വേഷിക്കട്ടെ, അതിന്റെ ബേക്കിന്ന് പോകട്ടെ, നമുക്ക് അതിന്റെ ന്യൂസ് ഇവിടെ നിന്ന് കാണാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നും പറയുന്നത് പോലെ ദിയ ഫാത്തിമയെ കിട്ടാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.